ഏറ്റവും പ്രിയമുള്ളവരെ, തിരുപ്പിറവിയുടെ ആനന്ദത്തിലേക്ക് നാം ചുവടുവച്ചിരിക്കുകയാണ്. യുഗയുഗാന്തരങ്ങളായി ലോകം മുഴുവൻ കാത്തിരുന്ന ആ വലിയ സംഭവം, ഈശോയുടെ തിരുജനനം, അത് നാം ആഘോഷിക്കുകയാണ്. തിരുപ്പിറവിയുടെ സന്ദേശം ഇന്നത്തെ തിരുവചന വായനകളിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഗലാത്യ ലേഖനം മുതൽ പഴയ നിയമ ഭാഗങ്ങൾ വരെ പ്രവചിക്കപ്പെട്ട കർത്താവിനെ അവതരിപ്പിക്കുകയാണ്. ഇന്നത്തെ ലേഖനം, ഗലാത്യ ലേഖനം 4-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ വാസ്തവത്തിൽ പുതിയ നിയമത്തിൽ തിരുപ്പിറവിയെക്കുറിച്ച് ആദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഇതാണ്. നമുക്കറിയാം, വിശുദ്ധ പൗലോസ്ലീഹായുടെ പ്രഭാഷണത്തിൻ്റെ, പൗലോസ്ലീഹായുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായുള്ള ആദിമ കെരിഗ്മ, കെറൂസോ എന്ന വാക്ക്, അതിൻ്റെ അർത്ഥം പ്രൊക്ലമേഷൻ, പ്രഘോഷണം, വിശ്വാസ പ്രഘോഷണം. ആ പ്രഘോഷണത്തിൻ്റെ രത്നച്ചുരുക്കം, അതിൻ്റെ ദൈവശാസ്ത്രം അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. അദ്ദേഹം അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ പ്രകൃതിയുടെ ശക്തികൾക്ക് അടിമകളായിരുന്നു. ഗലാത്യ 4:4. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്നും ജാതനായി, നിയമത്തിന് അധീനനായി ജനിച്ചു. ഇതാണ് ഈ കെരിഗ്മ, ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള ആദ്യത്തെ പുതിയ നിയമ വിവരണം. ഈശോയുടെ ജനനം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് വിശദീകരിക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം ഇതെല്ലാം പറയുന്നത്. അതിൻ്റെ പശ്ചാത്തലമായിട്ടാണ് 3-ാം അധ്യായം ഗലാത്യ 3:15 മുതൽ വാഗ്ദാനം അബ്രാഹത്തിന് ലഭിച്ചു. അബ്രാഹത്തിനും അവൻ്റെ സന്തതിക്കുമായി വാഗ്ദാനം ലഭിച്ചു. ഇവിടെ ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം പറയുന്നത് 16-ാം വാക്യത്തിൽ, ഈ വാഗ്ദാനം ഈശോയെ ഉദ്ദേശിച്ചാണ്, മിശിഹായെ ഉദ്ദേശിച്ചാണ് ഈ വാഗ്ദാനം. അങ്ങനെ മിശിഹായിൽ വിശ്വസിക്കുന്നവർക്ക് ഈ വാഗ്ദാനത്തിൻ്റെ അവകാശവും ലഭിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം 23-ാം വാക്യത്തിൽ പറയുന്നത്, വിശ്വാസം ആവിർഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ നിയമത്തിൻ്റെ കാവലിലായിരുന്നു. വിശ്വാസം വെളിപ്പെടുന്നത് വരെ നിയന്ത്രണാധീനരായി കഴിയുകയും ചെയ്തു. തന്നിമിത്തം നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് മിശിഹായുടെ ആഗമനം വരെ, ഈശോയുടെ വരവ്, അഡ്വൻറ്റ് വരെ നിയമം നമ്മളുടെ പാലകനായിരിക്കും. ഇപ്പോഴാകട്ടെ വിശ്വാസം സമാഗതമായ നിലയ്ക്ക് നമ്മൾ പാലകന് അധീനരല്ല. ഈശോ മിശിഹായിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ഇതാണ് ആ സന്ദേശം. ഈശോയിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ ഉടമ്പടിയുടെ അവകാശികൾ ആകുക മാത്രമല്ല, യഹൂദനെന്നോ ഗ്രീക്കുകാരെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനോ സ്ത്രീയെന്നോ വ്യത്യാസമല്ലാതെ എല്ലാവരും ഈശോ മിശിഹായിൽ ഒന്നാണ്. ഗലാത്യ 3:28. അങ്ങനെ വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികൾ കൂടിയാണ് നമ്മൾ. അബ്രാഹത്തിൻ്റെ സന്തതികളാണ് നമ്മൾ. വാഗ്ദാനം അനുസരിച്ച് ഉള്ള അവകാശികൾ കൂടിയാണ്. അതുകൊണ്ട് ഈ തിരുജനനം അർത്ഥമാക്കുന്നത് എന്താണ്? നമ്മളെ ഓരോരുത്തരെയും ദത്തുപുത്ര ആ സ്ഥാനത്തേക്ക്, ദൈവപുത്രൻ്റെ ആ സ്ഥാനത്തേക്ക് ഉയർത്തുകയാണ്. മാത്രമല്ല, അദ്ദേഹം വെളിപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. 4:5. അങ്ങനെ നമ്മളെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്, പുത്രനെങ്കിൽ അവകാശിയുമാണ്. ഇതാണ് ഈ കെരിഗ്മ. ഈ കെരിഗ്മയിൽ മറ്റു ചില കാര്യം കൂടെ ഉൾക്കൊണ്ടിട്ടുണ്ട്. പിതാവായ ദൈവത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് അബ്രാഹത്തിന് കൊടുക്കുന്ന വാഗ്ദാനം. പുത്രൻ തമ്പുരാൻ കാലത്തിൻ്റെ പൂർണ്ണതയിൽ പുത്രൻ തമ്പുരാൻ ഭൂമിയിലേക്ക് വന്നു. അവൻ ജനിച്ചു, സ്ത്രീയിൽ നിന്ന് ജനിച്ചു. ഇൻകാർണേഷൻ. പരിശുദ്ധാത്മാവിനെ കുറിച്ചും പറയുകയാണ്. നമ്മുടെ ഹൃദയത്തിലേക്ക് അവൻ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. അപ്പോൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും വെളിപ്പെടുത്തി ഇൻകാർണേഷൻ്റെ അർത്ഥം, ഈശോയുടെ ജനനത്തിൻ്റെ അർത്ഥം, നാം ഓരോരുത്തരും ദൈവപുത്ര സ്ഥാനത്തേക്ക് കടന്നു വരണം. അങ്ങനെ നമ്മളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ജീവിച്ചുകൊണ്ട് ആ പുത്രസ്ഥാനത്തിൽ, പുത്രൻ പിതാവിനെ വിളിക്കുന്നത് പോലെ ആബാ പിതാവേ എന്ന് വിളിക്കേണ്ട ആ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരണം. ഇതാണ് ആദിമ സഭയുടെ പ്രഘോഷണ സാരം. എന്നാൽ കെരിഗ്മയാണ് ആദ്യം ഉണ്ടായതെങ്കിൽ അതിനുശേഷമാണ് ചരിത്രമുണ്ടാകുന്നത്. ചരിത്രപരമായ ഈശോയുടെ ജനനത്തെ സ്ഥാപിക്കുകയാണ് പൗലോസ്ലീഹായുടെ ശിഷ്യനായ ലൂക്ക. ഇന്നത്തെ സുവിശേഷ ഭാഗം ലൂക്കയുടെ സുവിശേഷം 2-ാം അധ്യായം
1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഈശോയുടെ ജനനം, അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. ഈ 1-ാം അധ്യായത്തിൻ്റെ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം മുഴുവനും യഹൂദ പശ്ചാത്തലത്തിൽ ഉള്ള സംഭവങ്ങൾ, മറിയത്തെയും യോസേപ്പിനെയും അതുപോലെ തന്നെ സക്കറിയായെയും എലീശോയെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഭാഗമാണെങ്കിൽ, 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോയുടെ ജനനം ജനതകൾക്ക് മുഴുവനും വലിയ സൗഭാഗ്യം പ്രദാനം ചെയ്യും. വിജാതീയരുടെ സുവിശേഷകനായിരുന്നല്ലോ പൗലോസ്ലീഹ. അങ്ങനെ വിജാതീയർക്ക്, ജനതയ്ക്ക് മുഴുവനും ഈശോയുടെ ജനനം എന്താണ് എന്ന് വ്യക്തമാക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ അഗസ്റ്റസ് സീസറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട്, അഗസ്റ്റസ് സീസർ അദ്ദേഹം BC 27 മുതൽ AD 14 വരെ ഭരിച്ചിരുന്ന വലിയ ചക്രവർത്തിയാണ്. മാത്രമല്ല അദ്ദേഹത്തെ ദൈവമെന്ന് വിളിച്ചിരുന്നു, രക്ഷകനെന്ന് വിളിച്ചിരുന്നു. പാക്സ് റൊമാന എന്ന് പറഞ്ഞാൽ റോമൻ സമാധാനം. അങ്ങനെ സീസർമാരിൽ, റോമൻ ചക്രവർത്തിമാരിൽ ഏറ്റവും സമാധാനം ഉണ്ടാക്കിയ വ്യക്തി എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ ആധുനിക പഠനങ്ങൾ, പ്രത്യേകിച്ച് അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു പുസ്തകം ടോം ഹോളണ്ട്, അദ്ദേഹം പറയുന്നത് ഈ പാക്സ് റൊമാന, റോമൻ സമാധാനം എന്ന് പറയുന്നത് വാസ്തവത്തിൽ അനേക അടിച്ചമർത്തലുകളുടെയും രക്തച്ചൊരിച്ചിലിൻ്റെയും മുകളിൽ സ്ഥാപിച്ചിരിക്കുന്നതാണ്. റോമിലുള്ള കെട്ടിപ്പടുത്ത പല കോട്ടകൊത്തളങ്ങളും സ്നാനഘട്ടങ്ങളും അവിടെയുള്ള റോമൻ ഫോറോയൊക്കെ അനേകം ജനങ്ങളെ, അടിമകളെ പിടിച്ച് ആക്രമിച്ച് കീഴടക്കി, അല്ലെ കൊളോസിയത്തിൽ ജനങ്ങളെ ക്രൂര വിനോദത്തിന് ഇരയാക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു തിന്മയുടെ സംഹാര താണ്ഡവം കൂടെ അവിടെ ഉണ്ടായിരുന്നു. പാക്സ് റൊമാന, സമാധാന രാജാവ് എന്നൊക്കെ പറയുമ്പോഴും അതിൻ്റെ പിന്നിൽ യഥാർത്ഥ സമാധാനമല്ല ഉണ്ടായിരുന്നത്. സമാധാനം സ്ഥാപിക്കും എന്നൊക്കെ പറയുന്ന പലരും സമാധാനം ഉണ്ടാക്കുന്നത് യുദ്ധത്തിൻ്റെ ഫലമായി കീഴടക്കി, അടിച്ചമർത്തി, തങ്ങളുടെ മതം, തങ്ങളുടെ ചിന്തകൾ, ആശയങ്ങൾ പ്രചരിപ്പിച്ചുണ്ടാക്കുന്ന സമാധാനം, അത് യഥാർത്ഥ സമാധാനമല്ല. അതുകൊണ്ട് ഈ റോമൻ രാജാവിനെ ലൂക്ക അവതരിപ്പിക്കുന്നത് വാസ്തവത്തിൽ യഥാർത്ഥ സമാധാന രാജാവ് ഈ രാജാവല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ കൽപ്പനയനുസരിച്ച് യോസേപ്പ് ദാവീദിന്റെ കുടുംബത്തിനും വംശത്തിലും പെട്ടവനായാൽ പേരെഴുതിക്കുവാൻ വേണ്ടി നസസിൽ നിന്നും യൂദയായിലേക്ക് പോവുകയാണ്. ആ ചരിത്ര രചന വ്യക്തമാക്കുവാൻ വേണ്ടി അതാണ് 145 കിലോമീറ്റർ ദൂരമുള്ള പട്ടണത്തിലേക്ക് പോവുകയാണ്. പോകുമ്പോൾ അവിടെ വെച്ച് ഗർഭിണിയായ ഭാര്യ മറിയത്തോടു കൂടെ പോയതാണ്. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അപ്പോൾ ആ ഒരു പശ്ചാത്തലം, രാജാവിനെ ആരാധിച്ചിരുന്ന തെയോക്രസി, ദിവ്യ ആധിപത്യം, റോമൻ ഇമ്പീരിയൽ ഭരണം എന്ന് പറഞ്ഞാൽ സാമ്രാജ്യത്വ ആധിപത്യത്തിൻ്റെ ഇടയിൽ യഥാർത്ഥ ആധിപൻ വരുന്നു, അത് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ലൂക്കാ സുവിശേഷൻ ഈ പശ്ചാത്തലം ഒരുക്കുന്നത്. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമായി അടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. ഈശോയുടെ ജനനം അദ്ദേഹം വ്യക്തമാക്കി അവതരിപ്പിക്കുകയാണ്. അവിടെ ഉപയോഗിക്കുന്ന വാക്ക് ബുർഖ എന്നാണ്. ബുർഖ നമ്മുടെ കുർബാന അപ്പം വാഴ്ത്തിയതിനു ശേഷം എപ്പിക്ലേസിന് ശേഷം, പ്രഭാഷണത്തിന് ശേഷം എടുത്തുയർത്തുമ്പോൾ കാർമികൻ ബുഖ്ര എടുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം ആദ്യജാതൻ കുർബാന അപ്പത്തെ ആദ്യമായി കയ്യിലെടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന അതേ വാക്ക് തന്നെയാണ്. അപ്പോൾ കടിഞ്ഞൂൽ പുത്രൻ, അപ്പോൾ ആ കടിഞ്ഞൂൽ പുത്രനാണ് ബുഖ്ര, ഈശോ തന്നെയാണ്. ആ ഈശോയെയാണ് ഇന്നും കുർബാനയിൽ കരങ്ങളിലെടുക്കുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ്. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞു പുൽത്തൊട്ടിയിൽ കിടത്തി. പിള്ളക്കച്ച സുറിയാനിയിൽ അസ്രോറ എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം വെറും ഒരു പഴന്തുണി എന്നല്ല, മറിച്ച് ഒരു രാജകീയ വസ്ത്രം, മാതാവ് നെയ്തെടുത്ത വസ്ത്രമാണെന്നാണ് പാരമ്പര്യം. മാത്രമല്ല കച്ചയിൽ പൊതിഞ്ഞ ശരീരം കർത്താവിൻ്റെ മരണത്തെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്കറിയാം. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പായുടെ ജീസസ് ഓഫ് നസ്രത്ത് എന്ന പുസ്തകത്തിൽ ഈ ഇൻഫൻസി നറേറ്റീവ്, ശേഷകാല വിവരണത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് സൂചനകൾ, കർത്താവ് രക്ഷകനാണ്, കർത്താവ് പാപികൾക്ക് വേണ്ടി ജീവൻ ബലിയായി അർപ്പിക്കുന്ന അവിടുത്തെ രക്ഷാകരമായ സഹനവും മരണവും എല്ലാം സൂചിപ്പിക്കുന്നു. പുൽത്തൊട്ടിയിൽ കിടത്തി. ഈ പുൽത്തൊട്ടി മൃഗങ്ങളുടെ ഭക്ഷണം ആണല്ലോ, പുല്ല് കാളയുടെയും ഒക്കെ ഭക്ഷണമാണല്ലോ. അപ്പോൾ അവിടെ കിടത്തിയത് അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പത്തിൻ്റെ ഭവനമാണ് ബേത്ലഹേം. അപ്പോൾ അപ്പത്തിൻ്റെ ഭവനത്തിൽ മൃഗങ്ങൾക്ക് അവരുടെ അപ്പമായ പുൽത്തൊട്ടിയിൽ കിടത്തി എന്ന് പറയുന്നത് മാർ അപ്രേം പിതാവ് പറയുന്നത് ഈശോ എല്ലാവർക്കും പോഷണമായി വന്നു എന്നുള്ള സൂചനയാണെന്നാണ്. അതിന് കർത്താവിൻ്റെ ജനനം
ആ ജനനം എല്ലാവർക്കും ഉള്ള ഒരു ജനനം, ഒരു വളർച്ചയ്ക്കുള്ള പോഷണമാണ് കർത്താവ് എന്ന് സൂചിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് പുൽത്തൊട്ടിലേക്കടുത്ത്? കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. അപ്പോൾ ഈശോയ്ക്ക് ജനിക്കുവാൻ കൊട്ടാരങ്ങളോ സത്രം പോലുമില്ല. അങ്ങനെ ഒരു പുൽത്തൊട്ടിയിൽ, നമുക്കറിയാം ബേത്ലഹേമിലെ ഒരു ഗുഹയിൽ ആണ് ജനിക്കുന്നത്. സത്രത്തിൽ ഇടം കിട്ടിയില്ല. യോഹന്നാന്റെ സുവിശേഷത്തിലും പറയുന്നുണ്ട്, അവൻ സ്വന്തം ജനങ്ങളുടെ അടുക്കിലേക്ക് വന്നു, പക്ഷെ സ്വകീയർ അവനെ സ്വീകരിച്ചില്ല. സത്രത്തിൽ ഇടമില്ലാത്ത അവസ്ഥ, ഈശോയ്ക്ക് ജനിക്കുവാൻ സ്ഥലം കൊടുക്കാത്ത, രോഗരക്ഷകന് സ്ഥലം കൊടുക്കുന്നില്ല, ഈശോയെ സ്വീകരിക്കുവാൻ സ്ഥലമില്ലാത്ത അവസ്ഥ. ഇന്ന് നമുക്കറിയാമല്ലോ, ക്രിസ്മസ് എക്സ്മസ് ആയി മാറുന്നു. ഈശോയുടെ പേര് പോലും ഇല്ലാതെ ക്രിസ്മസ്, അല്ലെങ്കിൽ സാന്താക്ലോസിൻ്റെ പ്രദക്ഷിണമായിട്ട് ക്രിസ്മസിനെ മാറ്റുന്നു. വലിയ അലങ്കാരങ്ങളും ആഘോഷങ്ങളും ഷോപ്പിങ്ങും ഒക്കെ നടക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അതിൽ ഈശോ വിസ്മരിക്കപ്പെടുന്നു. സത്രത്തിൽ സ്ഥലമില്ല. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഭവനത്തിൽ, ആഘോഷങ്ങളുടെ ഇടയിൽ ഈ ശിശുവിൻ്റെ ജനനം യഥാർത്ഥത്തിൽ ആഘോഷിക്കാതെ പോകുന്നു എന്നുള്ള സൂചന കൂടെ കാണിക്കുകയാണ്. അപ്പോഴാണ് ആട്ടിടയന്മാർക്ക് ലഭിക്കുന്ന സന്ദേശം, യഥാർത്ഥ മംഗളവാർത്ത, എവങ്കേലിയോൻ, ദൂത് ലഭിക്കുന്നത് ആട്ടിടയന്മാർക്കാണ്. അവിടെ രാത്രി കാത്തിരുന്ന ഇടയന്മാർ, കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി, കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അപ്പോൾ വലിയ പ്രകാശം അവിടെ ഉണ്ടായി. അത് ദൈവത്തിൻ്റെ ഒരു വലിയ വെളിപാട്, ദൈവത്തിൻ്റെ വെളിപാടിൻ്റെ പ്രതീകമാണ് പ്രകാശം. അപ്പോൾ അവർ ഭയപ്പെടുന്നു. അപ്പോൾ അന്ധകാരത്തിൽ ചരിച്ചിരുന്ന ജനത്തിന് വലിയ പ്രകാശം കിട്ടി. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ഏശയ്യായുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. അതിൽ ഏശയ്യ 2 ഭാഗമാണ് വായിക്കുന്നത്. ഒന്ന് ഇമ്മാനുവേൽ പ്രവചനം, യൂദയ രാജാവായ യോസിയായ്ക്ക് കിട്ടുന്ന പ്രവചനം, യോസിയായുടെ മകൻ പുത്രൻ യാഥോമിൻ്റെ പുത്രൻ ആഹാസിൻ്റെ കാലത്ത് ലഭിക്കുന്ന. അപ്പോൾ ആഹാസിന് കർത്താവ് വീണ്ടും അരുളി ചെയ്തു, നിന്റെ ദൈവമായ കർത്താവ് ആഹാസിനോട് അറിയിച്ചൊരു കർത്താവിൽ നിന്നൊരു അടയാളം ആവശ്യപ്പെടുക. അത് പാതാളം പോലെ അഗാധമോ ആകാശം പോലെ ഉന്നതമോ ആയിരിക്കട്ടെ. അതാണ് 14-ാമത്തെ. ഏറ്റവും വലിയൊരു അടയാളം എന്താണ്? ആ അടയാളമാണ് 14-ാമത്തെ വാക്യത്തിൽ, കർത്താവ് നിനക്ക് അടയാളം തരും, കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. മത്തായി 1:21 അതാണല്ലോ സൂചിപ്പിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ജനനത്തെ, ഈശോയുടെ ജനനത്തിന് മുമ്പ്, ഈശോയ്ക്ക് മുമ്പ് 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിക്കുകയാണ്. അപ്പോൾ ഈ രാജാവ് ആരാണ്, ഈ ഇമ്മാനുവേൽ ആരാണെന്ന് 9-ാം അധ്യായത്തിലും യേശയ്യ വായിക്കുന്നുണ്ട്. സുവിശേഷത്തിൻ്റെ ഇന്നത്തെ വായനകളുടെ ഭാഗമാണ്. അതിൽ പറയുന്നത് 9:2, അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം മഹത്തായ പ്രകാശം കണ്ടു, കൂരിട്ടിന് ദേശത്ത് വസിച്ചിരുന്ന മേൽ പ്രകാശം ഉദിച്ചു. ഇതെല്ലാം പൂർത്തിയാവുകയാണ് ഇടയന്മാരുടെ അടുക്കൽ കർത്താവിൻ്റെ മഹത്വം പ്രകാശിക്കുമ്പോൾ. അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു, അവർക്ക് ആത്യന്തികമായ ആനന്ദം അവിടുന്ന് നൽകി. അങ്ങനെ കർത്താവിൻ്റെ വലിയ ചൈതന്യം അവർക്ക് നൽകി, അവർ ആനന്ദിക്കുന്നു. അങ്ങനെ കർത്താവിൻ്റെ ആ ജനനം, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. അപ്പോൾ യഥാർത്ഥത്തിലെ മംഗളവാർത്ത, ആ സദ്വാർത്ത, സുവിശേഷം എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ ആർക്കാണ് ഈ സുവിശേഷം ലഭിക്കുന്നത്? അവരുടെ ഉണ്ടായിരുന്ന പുരുഷന്മാർക്കോ, രാജകൊട്ടാരത്തിൽ വസിക്കുന്നവർക്കോ, സദുക്കായർക്കോ, മത നേതാക്കന്മാർക്കോ ഒന്നുമല്ല, പറിച്ച് പാവപ്പെട്ട സാധാരണ ജനങ്ങൾക്ക്. അതിൻ്റെ അർത്ഥം എന്താണ്? സത്രത്തിൽ ഇടമില്ലാത്തപ്പോഴും കർത്താവ് ഇടം കണ്ടെത്തി സ്വീകരിക്കുവാൻ തയ്യാറുള്ളവരുടെ അടുക്കിലേക്ക് പോകുന്നു, ജനതകളുടെ ഇടയിലേക്ക് അവൻ പോകുന്നു എന്ന് സൂചിപ്പിക്കുകയാണ്. സകല ജനത്തിനു വേണ്ടിയുള്ള സദ്വാർത്ത എന്നാണ്. സകല ജനപദങ്ങൾക്ക് വേണ്ടിയാണ് ഈശോ ജനിക്കുന്നത്. ഒരു പ്രത്യേക ക്രിസ്ത്യാനികൾ അത് ആഘോഷിക്കുന്നു, നമ്മൾ ആഘോഷിക്കുന്നു ജനനം. പക്ഷേ സകല ജനങ്ങൾക്ക് വേണ്ടിയുള്ള സദ്വാർത്ത. ദാവീദിന്റെ പട്ടണത്തിൽ, അതാണ് ബേത്ലഹേം, നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഈശോ ജനിച്ചു, ഈശോ എന്ന രക്ഷകൻ ജനിച്ചു. യെശയ്യാ 9 അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ നമ്മൾ വീണ്ടും കാണുന്നുണ്ട്. ഇന്നത്തെ വായനയുടെ ഭാഗമാണ്. എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന് രാജാവ് എന്നവൻ വിളിക്കപ്പെടും. ദാവീദിന്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും അവൻ്റെ ആധിപത്യം നിസ്സീമമാണ്, അവൻ്റെ സമാധാനം അനന്തമാണ്, നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ച് പാലിക്കുവാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഈശോയെക്കുറിച്ചുള്ള ആ പ്രവചനം, ഇവരെ അറിയിക്കുന്ന പ്രവചനം യെശയ്യായുടെ പുസ്തകം 9-ാം അധ്യായം 6-7 വാക്യങ്ങൾ പൂർത്തീകരിക്കുകയാണ്.
കർത്താവായ മിശിഹ ഇന്ന് ജനിച്ചിരിക്കുന്നു. അപ്പം കാത്തിരുന്ന ഒരാൾക്ക് വേണ്ടി അവൻ ഇന്നെന്ന് പറയും. ഇതുവരെ നിങ്ങൾ കാത്തിരിക്കുക, പക്ഷെ ഇന്ന് അവൻ ജനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ജനന തിരുനാൾ, കർത്താവിൻ്റെ എന്താ ജനന തിരുനാൾ എന്ന് പറയുന്നത്. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം, പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്നു. നേരത്തെ കണ്ടതാണ് പിള്ളക്കച്ച 7-ാം വാക്യത്തിൽ പറഞ്ഞ്. അതിൻ്റെ വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ അസ്രോറ പിള്ളക്കച്ച കർത്താവിൻ്റെ ദൗത്യത്തെയും കൂടെ സൂചിപ്പിക്കുകയാണ്. ജനനത്തിൽ തന്നെ കച്ചയിൽ പൊതിഞ്ഞ ആ ശരീരം, പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ആ ശിശുവിനെ നിങ്ങൾ കാണും. അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ ആ ദൂത് അവർക്ക് ലഭിക്കുകയാണ്. തുടർന്ന് കാണുന്നത് ഈ ദൈവികമായ ദൂതിൻ്റെ പിന്നാലെ ലൂക്കാസ് സുവിശേഷകൻ വലിയൊരു സംഗീതം, അതായത് ഒരു ഗാനം, ഗീതം, ആദിമസഭയുടെ ഗീതം കൂടെ എഴുതി ചേർത്തിരിക്കുകയാണ്. ഒരു ശിശുവിനെ, ആ ശിശുവിനെക്കുറിച്ചുള്ള ഗീതം. അപ്പം ദാവീദിൻ്റെ പട്ടണത്തിൽ ജനിക്കുന്നവൻ എന്നുള്ള ആ സൂചന ഇന്നത്തെ 2-ാം വായനയിൽ മിഖായുടെ പുസ്തകത്തിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് അവിടെ കാണുന്നുണ്ട്. ഈശോയുടെ ജനനം മിഖ 5:2 മുതൽ, ഇസ്രായേലിൻ്റെ ബേത്ലഹേം എഫ്രാത്ത യൂദാ ഭവനത്തിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുമ്പേ അവനുള്ളവനാണ്. അപ്പോൾ ഈ ബേത്ലഹേമിലാണ് ഈശോ ജനിക്കുന്നത് എന്നുള്ള മിഖായുടെ, അതും 700 വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രവചനം പൂർത്തിയാവുകയാണ്. അവൻ കർത്താവിൻ്റെ ശക്തിയോടെ, ദൈവമായ കർത്താവിൻ്റെ മഹത്വത്തോടെ അവൻ വന്ന് തൻ്റെ ആടുകളെ മേയ്ക്കും. ഇടയന്മാർക്ക് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് കർത്താവിൻ്റെ ഇടയ ദൗത്യം വ്യക്തമാക്കാൻ കൂടെ. ഭൂമിയുടെ അതിർത്തിയോളം അവൻ പ്രതാപവാനാകിയാൽ അവർ സുരക്ഷിതരായി വസിക്കും. അവൻ നമ്മുടെ സമാധാനമായിരിക്കും. മിക്ക 5:5. അപ്പം യഥാർത്ഥ സമാധാന രാജാവ് സീസർ അല്ല, ഈശോ തന്നെയാണ് എന്നുള്ളത് ഇവിടെ പൂർത്തിയാവുകയാണ്. ആ സ്വർഗീയ ഗീതമാണ് പിന്നീട് കാണുന്നത്. സ്വർഗീയ സൈന്യത്തിൻ്റെ വ്യൂഹം. ആദ്യം ദൂതർ വന്നു, പിന്നീട് സ്വർഗീയ കർത്താവിൻ്റെ ദൂതൻ ആദ്യം വരുന്നു, പിന്നീട് സ്വർഗീയ സൈന്യം. അതാണ് ആദിമസഭയുടെ സംഗീതം. ആ ഗീതങ്ങളിലൊന്ന് പറയുകയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപകൾ ലഭിച്ചവർക്ക് സമാധാനം. ലൂക്ക 2:14. ഈ സുറിയാനി ബൈബിളുകൾ ഉള്ള ഒരു പ്രത്യേകത, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം എന്നാണ്. സമാധാനവും പ്രത്യാശയും എന്നാണ്. സൗറാത്താവ. അപ്പോൾ സന്മനസ്സുള്ളവർക്ക് എന്നുള്ളൊരു ഉപാധിയില്ലാതെ എല്ലാവർക്കും സമാധാനം നൽകുന്നു ഭൂമിയിൽ. അപ്പം എപ്പോഴാണ് അത് ഈശോയുടെ ജനനത്തെക്കുറിച്ച് പ്രകീർത്തിക്കുന്ന ഈ ഗീതത്തിനുള്ളിൽ എങ്ങനെയാണ് ഈശോയുടെ ജനനം ആഘോഷിക്കുന്നത്, അർത്ഥവത്തായി ആഘോഷിക്കേണ്ടത് എന്ന് വ്യക്തമാക്കുകയാണ്. ദൈവത്തിന് മഹത്വം നൽകുക. ദൈവത്തിന് മഹത്വം നൽകുമ്പോൾ ദൈവം നൽകുന്നതാണ് സമാധാനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഗ്ലോറിയ ഇൻ എക്സൽസിസ് ദൈവോ. ഇത് നമുക്കറിയാം ആദിമസഭയുടെ ഒരു ഗീതമായിരുന്നു. അതുകൊണ്ട് ആരാധനാക്രമങ്ങളിലുള്ള ആ ഗീതം ഇന്നും തുടരുന്നുണ്ട്. നമ്മൾ കുർബാന ആരംഭിക്കുന്ന ഓരോ കുർബാനയും ആരംഭിക്കുന്നത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, സ്തുതി എന്ന് നമ്മൾ എഴുതുന്നെങ്കിൽ തന്നെയും അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും. അതുപോലെ തന്നെ ലാറ്റിൻ, റോമൻ ലിറ്ററേച്ചർ എല്ലാ ഞായറാഴ്ചകളും ആഘോഷ ദിവസങ്ങളിലും ഗ്ലോറിയ പാടിയിരിക്കണമെന്നാണ്. അപ്പോൾ 25 നോമ്പിൻ്റെ ദിവസങ്ങളിൽ പാടുകയില്ല, ഗ്ലോറിയ പാടുകയില്ല. ഇന്നാണ് ആ ദിവസങ്ങൾ, ഇത്രയും ദിവസങ്ങൾ 25 ദിവസത്തിന് ശേഷം ആദ്യമായി ആഘോഷമായി ഗ്ലോറിയ എന്ന് ലാറ്റിൻ ലിറ്ററേച്ചർ പാടുന്നുണ്ട്. അത് മാറോനിത്ത ലിറ്ററേച്ചറിലും എല്ലാ ആരാധനക്രമങ്ങളിലും ഈ ഗ്ലോറിയ ഗീതം സ്ഥാനം പിടിച്ചതിന് കാരണം വേദപുസ്തകം എഴുതപ്പെടുന്നതിന് മുമ്പ് തന്നെ നിലവിലിരുന്ന ചില ഗീതങ്ങൾ സഭയിലൂടെ തുടരുന്നു എന്ന് സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ദൂതന്മാർ അവരെ വിട്ടുപോയപ്പോൾ ആട്ടിടയന്മാരുടെ ആ മനോഭാവം, നമുക്ക് അവൻ്റെ അടുക്കിലേക്ക് പോകാം, കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകാം. ഇന്നത്തെ മിഖാലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നമുക്ക് കർത്താവിൻ്റെ ആലയം ഗിരിസംഘങ്ങൾ മുകളിൽ ഉയർത്തപ്പെടും, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് നമുക്ക് പോകാം. മിഖ 4:2. കർത്താവിൻ്റെ മാർഗ്ഗങ്ങൾ അവൻ പഠിപ്പിക്കും, അവിടുത്തെ വഴിയിലൂടെ നമുക്ക് നടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അനേക ജനതകൾ വരും. അങ്ങനെ എല്ലാവർക്കും കർത്താവ് ആ രക്ഷ, യഥാർത്ഥ രക്ഷയും സമാധാനവും മാർഗങ്ങളും പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ഇതെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് ദൂതന്മാർ അവർ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ, അവരുടെ ചില ക്രിയകൾ പ്രത്യേകമായിട്ട് ലൂക്ക പറയുക. ഒന്ന്, പോകാം, ബെത്ലഹേം വരെ പോകാം, കർത്താവ് അറിയിച്ച സംഭവം കാണാം. അപ്പം പോകാം, കാണാം. അവരതിവേഗം പോയി.
അതിവേഗം പോയി, വളരെ തിടുക്കത്തിൽ പോയി. മറിയം എലീശയെ കാണാൻ പോയതുപോലെയാണ്, വളരെ ഉത്സാഹത്തോടുകൂടി അവർ പോയെന്നാണ്. മറിയത്തെയും യോസേപ്പിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അപ്പോൾ മൂന്നാമത്തെ ക്രിയയാണ് പോവുക, കാണുക. അവർ പോകുന്നത് തിടുക്കത്തിൽ പോകുന്നു, കാണുന്നു, കർത്താവിനെ കണ്ടു. കണ്ടതിന് ശേഷം കാണുന്ന കാര്യം എന്താണ്? നമ്മൾ തുടങ്ങിയത് അതാണല്ലോ, ആദിമസഭയുടെ പ്രഘോഷണം, പ്രൊക്ലമേഷൻ, കർത്താവിനെ കുറിച്ചുള്ള അതാണ് കെരിഗ്മ. ഇവർ ആദ്യത്തെ കെരിഗ്മ നടത്തുന്നത്, ഈശോയെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രഘോഷണം നടത്തുന്നത് ഈ സാധാരണഗതിയിൽ അജ്ഞരായ സാധാരണക്കാരായ ഈ ആട്ടിടയന്മാരാണ്. 17-ാം വാക്യം, ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങളിൽ അവർ മറ്റുള്ളവരെ അവർ അറിയിച്ചപ്പോൾ സംഭവിച്ചു. അത് കേട്ട എല്ലാ ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതിയെക്കുറിച്ച് അത്ഭുതപ്പെട്ടു. കേട്ട് അവരറിയിക്കുന്നു, കേട്ട് വിസ്മയിക്കുന്നു. അത് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ തലങ്ങളാണ്. സുവിശേഷം കർത്താവിനെ കണ്ടുമുട്ടുന്നതാണ് സുവിശേഷം. അതേക്കുറിച്ച് കേൾക്കുമ്പോഴുള്ള ആനന്ദം, അത് അത്ഭുതം. തുടർന്ന് കാണുന്നത് മറിയത്തിൻ്റെ മനോഭാവം. 19-ാം വാക്യം പിന്നീട് നമ്മൾ തുടർന്നത് കാണുന്നുണ്ട്. 53-ാം വാക്യത്തിലും മറിയം ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ധ്യാനിച്ചിരുന്നു. അതാവ് ഈ വിഷയങ്ങളെല്ലാം, ഈ സംഭവങ്ങളെല്ലാം ധ്യാനാത്മകമായി മറിയം വലിയ ധ്യാനത്തിലായിരുന്നതാണ്. നാട്ടിടയന്മാരാകട്ടെ തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിച്ച് അവർ തിരിച്ചുപോയി. അപ്പോൾ ഈശോയെ കാണാൻ പോകുന്നു, കണ്ടുമുട്ടുന്നു, അത് മറ്റുള്ളവരെ അറിയിക്കുന്നു. അതിൻ്റെ എല്ലാം ആകത്തുക എന്താണ്? കർത്താവിനെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അപ്പം അത് അവരെന്ത് ചെയ്യുകയാണ്? ദൂതന്മാർ ചെയ്ത അതേ ദൗത്യം അവർ ചെയ്യുകയാണ്. ആ ദൂതന്മാർ അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം എന്ന് പറഞ്ഞതുപോലെ, ഈ പ്രഘോഷിച്ചതുപോലെ ഈ ആട്ടിടയന്മാരും ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പം അതുകൊണ്ട് വാസ്തവത്തിൽ ഈ ക്രിസ്മസ് ആചരണം കർത്താവ് ഈശോമിശിഹായ ഉണ്ണീശോയെ വീണ്ടും ദർശിച്ച് കർത്താവിനെ കുറിച്ച്, കർത്താവിൻ്റെ യുഗങ്ങൾ കാത്തിരുന്ന ആ ശിശുവിൻ്റെ ജനനത്തിൽ ആനന്ദിച്ച് അതേക്കുറിച്ച് പ്രഘോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ആ കർത്താവ് നൽകുന്ന സമാധാനം, ഹൃദയങ്ങളിൽ രാജാവായി അവിടുന്ന് വാഴുന്നു, ആ സമാധാനം സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പോൾ ആ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി നമ്മെ ക്ഷണിക്കുകയാണ് ഈ പിറവി തിരുനാൾ ദിവസം. ഈ കർത്താവിനെ കണ്ടുമുട്ടി കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് കർത്താവിൻ്റെ പ്രേക്ഷിതരായി തീരുവാൻ ഈ ഇടയന്മാരെ പോലെ കർത്താവിൻ്റെ എവങ്കലിയോൻ സുവിശേഷം പങ്കുവയ്ക്കുന്നവരായി തീരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പിറവി തിരുനാൾ ആചരിക്കാം. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ പിറവി തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു.